2 ദിവസങ്ങളിലായിട്ട് ഈ ഡി ശ്രീനിവാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സാറിന്റെ പേരും ഇങ്ങനെ ചില ഓൺലൈൻ മാധ്യമങ്ങളും ചില പ്രമുഖ മാധ്യമങ്ങളും എടുത്തിടുന്നുണ്ട്. നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. യാതൊരു ബന്ധമില്ലാതെ ആരോ തെറ്റായി സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ യാതൊരു ബന്ധം എനിക്കില്ല. ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അല്ല, ആദ്യം മാതൃഭൂമിയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരു CPI മന്ത്രി എന്ന രീതിയിൽ. അതിനുശേഷം ഇന്നലെ ചില ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തെ മന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാതൃഭൂമിക്കാര് അല്ല, ഇന്നലെ ഒരു ഓൺലൈൻ പത്രം കൊടുത്തത് നാരദ ന്യൂസ് എന്ന് പറഞ്ഞ പത്രം കൊടുത്തിരിക്കുന്നത് 2000 സംസാരിച്ചിരുന്നു. ഞാൻ എങ്ങനെയാണ് വാർത്ത വന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് നടന്നൊരു കാര്യമാണ്. ആ ഗവൺമെന്റ് കാലത്ത് ഒരു അന്വേഷണ റിപ്പോർട്ട് ഞാനെങ്ങനെ പൂഴ്ത്തി വയ്ക്കുക? എനിക്കെങ്ങനെ അതിന്റെ ബന്ധം എന്താ? 2015 ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് VS സുനിൽകുമാർ ഇടപെട്ട് ഈ മന്ത്രിസഭ വന്നതിന് ശേഷം ഇടപെട്ടു എന്നാണ് പറയുന്നത്. 2015 2016 വന്നതിന് ശേഷം ഇടപെട്ടു എന്നാണ് പറയുന്നത്. ദിലീപ് സുഹൃത്ത് മാത്രമാണ്, ഇതിലുമായിട്ടൊന്നും ബന്ധമില്ല. ദിലീപ് ഇതിന് പ്രത്യുപകാരമായിട്ട് താങ്കളുടെ മകനോ അല്ലെങ്കിൽ മറ്റാരോ ഒരാൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എന്തോ ചാൻസ് കൊടുത്തെന്നും ഒരു ആരോപണമുണ്ട്. ഇപ്പൊ കമാര സംഭവം എന്ന സിനിമയിൽ എന്തോ അഭിനയിക്കാൻ ചാൻസ് കൊടുത്തു അങ്ങനെ എന്തോ പറയുന്നു. ഉത്സവ കമ്മിറ്റി. ഇപ്പൊ റീസെന്റ് ആയിട്ട് കമാര സംഭവം എന്ന് പറഞ്ഞാൽ ഗോകുലിന്റെ സിനിമയിൽ അഭിനയിക്കാൻ എന്തോ ചാൻസ് എന്ന് പറയുന്നുണ്ട്. അല്ല, ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നതാണ് അവര്. ഇല്ലില്ല, എന്റെ മകൻ അവനെ നാടകത്തിൽ അഭിനയിക്കുന്ന ആളാണ്. അവൻ മിമിക്രിയിൽ കഴിഞ്ഞ മോളയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയ ആളാണ് അവൻ. മാത്രമല്ല അതിന് മുമ്പ് അവൻ സ്കൂൾ നാടകത്തിൽ അഭിനയിച്ചിട്ട് പരസ്യപ്പെട്ട സിനിമയിൽ അഭിനയിച്ചതിനെ തുടർന്ന് അവന് അസു അക്ബറാണ് അവൻ ആ സിനിമയിലേക്ക് എടുത്തത്. ഓക്കെ, ഈ ഇപ്പം വന്ന ഈ ഫേക്ക് ആയിട്ട് വന്നിട്ടുള്ള വാർത്തകൾ, താങ്കളുടെ പേര് ഉപയോഗിച്ചുള്ള വാർത്തകൾക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ടോ? എനിക്ക് എന്നെ തെറ്റായി അപമാനിക്കുന്ന രീതിയിൽ നടക്കുന്നതിന് ഞാൻ നിയമ നടപടി സ്വീകരിക്കും. കാരണം ഞാൻ നാരദ ന്യൂസിൽ അങ്ങനെ വിളിച്ച് അവരുടെ കാര്യം അവരെല്ലാം ഇന്റർവ്യൂ നടത്തിയിരുന്നു. അങ്ങനെ തെറ്റായ രീതിയിൽ വ്യാജ പ്രചരണം നടത്തിയതിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർക്ക് തന്നെ എന്റെ കുടുംബത്തെ പ്രതിഷേധ മകൻ അവരുടെ ആള് ഈ സിനിമ ദിലീപിന്റെ സിനിമയിലല്ല അഭിനയിച്ചിരിക്കുന്നത്. അവ അഭിനയിച്ച സിനിമ പിന്നെ ഇതിന്റെ സിനിമയാണ്, പിന്നെ അബ്ദു അക്ബർ എന്ന് പറയുന്ന സിനിമാ സംവിധായകന്റെ സിനിമയാണ്. അതിന് ഇതിനെ ചുറ്റുവട്ടം ദിലീപിനെ ചുറ്റുവട്ടതിന് സിനിമയുടെ അഭിനയിക്കുന്നുണ്ട്. എന്റെ മകൻ ജില്ലാടിസ്ഥാനത്തിലെ പിന്നെ മോണായിട്ടിലെ പിന്നെ മത്സരിക്കുന്ന ആളാണ്. അങ്ങനെ അയാൾ തൃശ്ശൂർ ആ ഒരു പരസ്യത്തിൽ അഭിനയിച്ചതിനെ തുടർന്ന് ആ പരസ്യ ചിത്രത്തിന്റെ സംവിധായകനായിരുന്ന ആള് അബ്ദു അക്ബറിന്റെ സംവിധായകനായിരുന്നു. അങ്ങനെയാണ് അയാൾ കഴിഞ്ഞാണ് ഈ കക്ഷി എന്റെ മോനെ അവര് സിനിമയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. ആ സിനിമയ്ക്ക് വേണ്ടി അവൻ ആ സിനിമയിൽ പോയി പങ്കെടുത്തില്ലല്ലാതെ അതിന് എന്റെ കാഴ്ച വരില്ല. കാരണം സിനിമയിൽ അഭിനയിച്ച പിന്നെ ജയറാമിന്റെ സിനിമയില് ജയറാമും പിന്നെ നമ്മുടെ ഷാജോന്റെ മകനായിട്ട് അഭിനയിച്ചു. ബാബുരാജൊക്കെ അഭിനയിച്ചു. ഷാജോൺ എന്ന് പറയുന്ന നടന്റെ മകനായിട്ട് അഭിനയിച്ചു. ഓർക്കുന്നുണ്ട്. അത് എനിക്ക് 2013 സിനിമ 2013 ചെയ്യുന്നത്. അത്തരത്തില് ഇതിപ്പോ കഴിഞ്ഞ മന്ത്രിസഭയിലാണെങ്കിൽ ഏത് മന്ത്രി ആയിരിക്കാം ഇത്തരത്തില് ഇടപെട്ടിട്ടുണ്ടാവുക എന്നാണ് താങ്കൾ കരുതുന്നത്? എനിക്കറിയില്ല, ഞാനിതിനെപ്പറ്റി അന്വേഷിച്ചില്ല. കാര്യം എന്ന് വെച്ചാലേ ഈ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദിലീപ് പത്രക്കാരനെ പറയുന്നത് ദിലീപിന് UDFന്റെ രമേശ് ചെന്നിത്തലയായിട്ടും പിന്നെ കോൺഗ്രസിന്റെ MLA-മാരായിട്ടും കോൺഗ്രസായിട്ട് അടുത്ത ബന്ധപ്പെട്ടുള്ള ദിലീപ് അത്രയും രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ദിലീപിനെ ആളുകളായിട്ട് ബന്ധപ്പെടുത്തുന്നവർ ഞാൻ ഈ ഗവൺമെന്റ് അന്നത്തെ ഗവൺമെന്റ് മാത്രമല്ല നിങ്ങൾ ഒരു സാമാന്യ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഞാൻ പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തമായ നിലപാടെടുത്തിരുന്ന ആളാണ്. UDF
ഗവൺമെന്റിലെ അത് റവന്യൂ മന്ത്രിയുടെ നേരെ കീഴിൽ പ്രവർത്തിക്കുന്ന റവന്യൂ കമ്മീഷനെ കൊണ്ട് ഞാനൊരു ഭൂമി കൈയേറ്റത്തിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് കൂട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ നിയമസഭയ്ക്ക് അതിരിക്കാൻ പറ്റും. ശക്തമായിട്ട് നിയമത്തിൽ യുഡിഎഫിന് അവരുടെ മുമ്പിൽ ഏറ്റവും നല്ല ആയുധമായിട്ട് ഉപയോഗിക്കാമായിരുന്ന കാര്യമാണ്. ഞാൻ ചെയ്യുന്ന ആളാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, തീർച്ചയായും താങ്കൾ ഇതിനകത്ത് ആരാണ് ബന്ധപ്പെട്ടിട്ടുള്ളതെന്നുള്ള അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് പുറത്തു കൊണ്ടിരുന്ന ഇപ്പം താങ്കളുടെ ഉത്തരവാദിത്തം കൂടിയാണ്. ഞാനിപ്പോ എല്ലാവരും വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ വ്യാപകമായി ഞാനാണ് എന്നെ കരികൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നത്. കാരണം ഞാൻ ഈ ഭൂമി കച്ചവടക്കാർ ഈ പറയുന്ന പിന്നെ കയ്യെത്തുകാർക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് അന്നും എടുക്കുന്ന ആളാണ്. ഇതൊന്നല്ല, ഇനിയിപ്പോൾ എത്ര വലിയ പ്രമാണിയാണെങ്കിലും ആ ഭൂമി കൈയേറിയതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ല. ഇനിയിപ്പോൾ എൻ്റെ അച്ഛൻ തന്നെ ഭൂമി കൈയേറിയാലും ഞാൻ അങ്ങനെ വിളിക്കുന്ന ആളല്ല. അത് വിളിക്കാൻ തോന്നുന്നില്ല. അത്ര ശക്തമായ നിലപാടുള്ള ആളാണ് ഞാൻ. ഓക്കെ, കഴിഞ്ഞ മന്ത്രിസഭയിലെ ഏതെങ്കിലും മന്ത്രിമാരായിരിക്കും ഇതിന് സപ്പോർട്ട് ചെയ്തതെന്നായിരിക്കും വിശ്വസിക്കുന്നത്? എനിക്ക് നിങ്ങൾ പറഞ്ഞ വാർത്ത മാത്രമല്ല പത്രക്കാരെ പറയുന്നത്. അങ്ങനെ മന്ത്രിമാരും പങ്കെടുത്തിട്ടുണ്ടോ എനിക്ക് അറിയില്ലല്ലോ. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അങ്ങനെ ഏതെങ്കിലും മന്ത്രിമാര് അതിനുള്ള ആൾക്കാരാണ്. ഓക്കെ ഓക്കെ, ഞാൻ ഇന്ന് രാവിലെ അവരെല്ലാം വീട്ടിൽ വിളിച്ചു. ഞാൻ അവരോട് എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതാണ് കാര്യം, ഇന്നത്തെ കാര്യം. അവർ ചോദിച്ചു കൊടുക്കുന്നത് ഞാൻ മറുപടി പറയുന്നു. അനാവശ്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളെ വഴിയിൽ പോകുന്ന ആൾക്കാരെ വെറുതെ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ അതിനകത്ത് വലിച്ചെറിയില്ല. ഒരു കാര്യം ഇതിനകത്തില്ല. ഈ ഗവൺമെന്റിന്റെ ബന്ധമുള്ള ഇപ്പൊ സിനിമ അവിടെ തിരുവനന്തപുരത്ത് സിനിമാ തിയേറ്ററുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിട്ട് പഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്തതല്ല. ആ ഗവൺമെന്റ് കാലത്ത് ഉദ്ഘാടനം ചെയ്തൊരു തിയേറ്ററിൽ ആ തിയേറ്റർ സർവീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നമ്മുടെ ഗവൺമെന്റ് മുന്നിൽ വന്നിട്ടില്ല. അപ്പം ചെന്നിത്തലയ്ക്ക് ഇവർക്ക് ആർക്കെങ്കിലും ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ചെന്നിത്തലയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. ഞാൻ ഇതിനകത്ത് ഒരു ആരോപണം ഉന്നയിക്കാനുള്ള തെളിവുകൾ കണ്ടതിലില്ല. യു ഡി എഫിന്റെ നേതാക്കന്മാരായിട്ട് ബന്ധമുണ്ടായിരുന്നുകൊണ്ട് യു ഡി എഫ് നേതാക്കന്മാർക്ക് ബന്ധമുണ്ടെന്നാണ് അന്വേഷിക്കുന്നത്. എൽ ഡി എഫിന്റെ നേതാക്കന്മാരും ഒരു മന്ത്രിയും ഒരു എം എൽ എ ഈ ഭൂമി കൈകാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്ക് വേണ്ടി ഇതുവരെ ഇടപെട്ടില്ല. യു ഡി എഫ് ഗവൺമെന്റ് കാലത്താണ് ഈ കയ്യേറിയെന്ന് പറയുന്ന ഭൂമിക്കകത്ത് കെട്ടിടം നിർമ്മിച്ച് തിയേറ്റർ ലൈസൻസ് കൊടുക്കാതെ ഗവൺമെന്റ് കാലത്താണ്. ആ ഗവൺമെന്റ് കാലത്താണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അത് ഈ ഗവൺമെന്റ് ബന്ധമില്ല. ഈ ഗവൺമെന്റ് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി വിളിച്ച് പറഞ്ഞു ഈ സംഭവം അറിഞ്ഞിട്ട് ഈ വിഷയത്തെപ്പറ്റി അന്വേഷിക്കണം. ഈ സംഭവം നടന്നിരിക്കുന്നത് ആരാണ്, എന്താണെന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരുന്നത് പറഞ്ഞിരിക്കുകയാണ്. താങ്കളുടെ നിർദ്ദേശപ്രകാരമാണോ ഇത്തരത്തിൽ അന്വേഷണം ഇപ്പം പ്രഖ്യാപിച്ചത്? ഞാനിങ്ങനെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ലക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ശാസ്ത്രജ്ഞർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഈ കാര്യത്തില് ആരൊക്കെയാണ് അതിനകത്ത് ഇവിടെ എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് അങ്ങനെ ലാൻഡ് റവന്യൂ കമ്മീഷനിലെ ജില്ലാ കളക്ടർ കൊടുത്ത റിപ്പോർട്ട് കൂട്ടിയത് ആരാണ്? അല്ല, ഇവിടെ ജില്ലാ കളക്ടർ കുറിച്ച് ഞാൻ ആ വാർത്തയിൽ പറഞ്ഞത് ജില്ലാ കളക്ടർ കൊടുത്ത റിപ്പോർട്ട് കൂട്ടിയതാണ്. ആ ജില്ലാ കളക്ടർ കൊടുത്ത റിപ്പോർട്ട് കൂട്ടുന്നത് തിരുവനന്തപുരത്തല്ലേ? ആ തിരുവനന്തപുരത്ത് ആരാണ് ജില്ലാ കളക്ടർ കൊടുത്ത റിപ്പോർട്ട് കൂട്ടിയെന്ന് അന്വേഷിക്കണം. തിരുവനന്തപുരത്ത് അന്വേഷിക്കണം. ലാൻഡ് റവന്യൂ കമ്മീഷൻ അന്വേഷിക്കുന്നത് ഞാനിപ്പോ ഇന്നലെ ഞാനും മന്ത്രിയോട് ഞാനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. ഓക്കെ ഓക്കെ ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ എവിടുന്നാണ് ഈ വാർത്ത വരുന്നത്? എന്റെ മകനൊന്നും പാവപ്പെട്ട മകൻ, അയാള് പിന്നെ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അതെ അതെ അതെ. ദിലീപിന്റെ ഈ പറയുന്ന സംഭവത്തിനേക്കാൾ മുമ്പ് തന്നെ അക്ബർ പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചതായിട്ട് എനിക്ക് ബന്ധം. ഓക്കെ ഓക്കെ പ്രതിഫലം പോലും പറ്റാതെയാണ് ആ കുട്ടി അഭിനയിച്ചത്. ഓക്കെ ക്യാൻസർ ചെയ്യാൻ പോലും അഭിനയിച്ചു മാത്രം. ഓക്കെ 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 സാർ, ഈ ഘട്ടത്തിൽ ഓക്കെ സാർ, വളരെ താങ്ക്സ്. ഒരു കാര്യമാണ് ഈ കാര്യം ഇത് കറക്റ്റ് കൊടുക്കണം. ഇല്ല, ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് സാറിനെ വിളിച്ചത്. ഞങ്ങൾക്ക് സത്യം പറയാലോ, ഞാൻ സാറിനോടുള്ള ഒരു ബന്ധത്തിന് വേണ്ടി തുറന്നു പറയാം. നമുക്ക് ഇന്നലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വിവരം ഉണ്ടായിരുന്നു. ഈ വാർത്തകൾ കൊണ്ടുവന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു വിവരം. അതെ അതെ, അല്ല എനിക്ക് അതെ, കഴിഞ്ഞ ദിവസം പ്രമുഖ പത്രത്തിൽ എഴുതിയ ആ ടീമുമായിട്ട് സംസാരിച്ച സമയത്ത് സാറിൻ്റെ പേര് തന്നെയായിരുന്നു ഞങ്ങളോടും പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ വാർത്ത കൊടുക്കാണ്ട് മാറ്റി വെച്ചതാണ്. അങ്ങനെ സാറ് ഒരിക്കലും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാണ്ട് മാറ്റി വെച്ചത്.
അതല്ല ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ നമുക്ക് ഒരു വിവരം കിട്ടിയിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചത്. അതെ സാറ് പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ കേരളം മൊത്തം കാണുന്നതാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വാർത്ത കൊടുക്കാണ്ടിരുന്നത്. സാമാന്യ ലോജിക്ക് എന്താ വെച്ചാൽ ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് നമ്മൾ ഈ അടൂർ പ്രകാശ് ഏറ്റവും ശക്തമായിട്ട് നമ്മൾ പല ആരോപണവും മുന്നോട്ടുള്ള ആളാണ്. അതെ ആ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് ലാൻഡ് റവന്യൂ റവന്യൂ മന്ത്രിയുടെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള സാധനമാണല്ലോ. അതെ റിപ്പോർട്ട് കളക്ടർ തൃശ്ശൂർ ജില്ലയിലെ കളക്ടർ കൊടുത്ത റിപ്പോർട്ട് ദിലീപിന് അനുകൂലമായി കൊടുക്കാൻ വേണ്ടി ദിലീപ് എന്തായാലും കാര്യം സാധില്ല. അതെ രണ്ടാമത്തെ കാര്യം ഞാനങ്ങനെ ചെയ്താൽ തന്നെ ഈ ലാൻഡ് റവന്യൂ കമ്മീഷനായിട്ട് ചെയ്യാൻ പറ്റും. അല്ല, എനിക്കുണ്ടായിരുന്ന സംശയം എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നതായിരുന്നു. പിന്നെ ഇങ്ങനെ സാറിന്റെ പേര് പറയുന്നുള്ളതായിരുന്നു എനിക്കുണ്ടായിരുന്ന സംശയം. അതെ ഞാൻ ഈ വാർത്ത വായിച്ചപ്പോൾ മന്ത്രി മനോരമയിൽ വാർത്ത വന്നപ്പോൾ ഞാൻ ഇതെന്റെ മനസ്സിലൊക്കെ ഈ സിനിമ അഭിനയിക്കാൻ പോയതൊക്കെ പറഞ്ഞ മകനെന്താ അഭിനയിക്കാൻ അവർ നന്നായിട്ട് രാത്രിയിൽ നന്നായി നടത്തുന്നതിലാണ്. അതെ കണ്ടിരുന്നു. അവന്റെ ഒരു അവരൊക്കെ പഠിച്ച സിനിമയിലെ അക്ബറിന്റെ അസിസ്റ്റന്റായിട്ട് കുറച്ച് വഹിക്കുന്നതിലാണ് ആയിട്ട് വന്നതാണ്. അക്ബറിന്റെ സിനിമയിൽ ഞങ്ങൾ അവനെ ഞാൻ പറഞ്ഞു അവരെ സിനിമ പോട്ടെ. അതിനൊക്കെ അവനെ ഈ മറ്റേ ഒരു മുന്തിരിവള്ളിയിലോട്ട് ഇരിക്കുന്നതാണോ? അതെ